ഞാൻ ഓക്കെ ഞാൻ ഒന്നുകൂടെ വിചാരിച്ചു. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ലിക്വിഡിറ്റി ഈക്വൽ ടു മണി എന്നുള്ള കോൺസെപ്റ്റ് ആണ് വേണ്ടത്. അതായത് ലിക്വിഡിറ്റി എന്ന വേർഡ് നിങ്ങൾ ഒരുപാട് എടുത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ലിക്വിഡിറ്റി. ഓക്കെ, ആ ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റിന്റെ മീനിങ് എന്താ? ലിക്വിഡിറ്റി ഈക്വൽ ടു മണി. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, ഓരോ ഇൻവെസ്റ്റേഴ്സ്, ബയർ ആയിക്കോട്ടെ സെല്ലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഓർഡേഴ്സ്, ബയർ ആയിക്കോട്ടെ സെൽ ഓർഡർ ആയിക്കോട്ടെ, ആ ഓർഡേഴ്സിനെ എന്ത് ചെയ്യണം? മാർക്കറ്റിനെ ആ ഓർഡേഴ്സ് എവിടെ പ്ലേസ് ആയിട്ടുണ്ട്, ആ പ്ലേസ് അതായത് ആ ഓർഡർ പ്ലേസ് ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കോൺസെപ്റ്റ് ലിക്വിഡിറ്റി ഈക്വൽ ടു മണി. ലിക്വിഡിറ്റി തന്നെ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്, അങ്ങനെ പല പല കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റ്, ലിക്വിഡിറ്റി വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിന്റെ സ്ട്രക്ചർ, നമുക്കറിയാം അപ് ട്രെൻഡ് ആണ്. ഈ മാർക്കറ്റ് അപ് ട്രെൻഡ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് കൺഫർമേഷൻ വരുന്നത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ? നമ്മൾ പഠിച്ച ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടാകണം അല്ലെ? അതാണ് റൂൾ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഇത് അപ് ട്രെൻഡ് ആണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ നമ്മൾ പഠിച്ച ഓർഡർ ബ്ലോക്ക് പതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്കറിയാം ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ്, എവിടെയായിരിക്കും വർക്ക് ആവുന്നത്? ഈ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്നുള്ള ഈ 6 സെഷൻസ് വർക്ക് ആവുന്നത് ഓരോരോ ഹൈസിലും ഓരോരോ ലോസിലും ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ഒരു വേറൊരു രീതിക്ക് ഇത് സംസാരിക്കാന്ന് വെച്ചാൽ ലിക്വിഡിറ്റി, അതായത് നമ്മൾ പഠിച്ച ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഈ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റുകളായാലും ഇതെല്ലാം ലിക്വിഡിറ്റിയാണ്. ഓക്കെ, കാരണം ഇവിടെയൊക്കെ ക്യാഷിന്റെ ഫ്ലോ ഉണ്ടായി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണം? മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ആവാം. ഓക്കെ, എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഉണ്ടായിരിക്കും അല്ലെ? പക്ഷേ ഓവറോൾ കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഉണ്ടായിരിക്കും, അത് നമുക്കറിയാം. പക്ഷേ ആ ഓർഡർ ബ്ലോക്കിനെ അല്ലെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലോയെ, ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഇതിനെയൊക്കെ നമുക്ക് ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതിനെയൊക്കെ ഇപ്പൊ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെ? അത് അല്ലെങ്കിൽ നമ്മൾ പറയും പോലെ ഈ ലോ, ഈ ഏരിയ അല്ലെങ്കിൽ ഈ ഹൈ, ഇതിനെയൊക്കെ ലിക്വിഡിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോ ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ഒക്കെ മാർക്കറ്റ് റിയാക്ട് ആയതിനു ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. കാരണം ട്രെൻഡ് ഇപ്പൊ അപ് ട്രെൻഡ് ഇല്ല, നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് അപ് ട്രെൻഡ് ആ അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകും. മാർക്കറ്റ് അടുത്ത് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഏത്? ഈ ഒരു ഹൈ ലിക്വിഡിറ്റി ഏരിയയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? മാർക്കറ്റ് വന്നു, ഇവിടെ റിയാക്ട് ചെയ്തു, അടുത്ത മാർക്കറ്റ് മൂവ്മെന്റ് എങ്ങോട്ടാണ്? നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും, അതായത് ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇതൊരു സിനേരി. ഓക്കെ, അടുത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ആയി വന്നു. അതിനുശേഷം ചില അടുത്തൊരു മാർക്കറ്റ് ഇങ്ങനെ വരാം. മാർക്കറ്റ് വന്നിട്ട് ഞാൻ പിന്നെ പറയുമ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ എന്തെങ്കിലും കാണും. അതല്ല, അതൊന്നും വർക്കാവാതെ വേണമെങ്കിൽ അടുത്ത മാർക്കറ്റ് വന്നത് താഴോട്ടായിരിക്കും. ഓക്കെ, താഴോട്ട് വരാനുള്ള റീസൺ എന്താണ്? ഇവിടെ ഈ ലോ ലിക്വിഡിറ്റി ഉണ്ടാകുന്നതിലേക്കും മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇവിടെ വന്ന് താഴോട്ട് വന്ന് റിയാക്ട് ചെയ്ത് മാർക്കറ്റ് പോവാം. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി മാത്രമല്ല, ഇവിടെ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ആഡ് ഓൺ ആവാം. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, മാർക്കറ്റിന്റെ ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ ഓർഡർ ബ്ലോക്കിനെയും ഫെയർ വാല്യൂ ഗ്യാപ്പിനെയും മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ചാർട്ട് കാണിച്ചു തരാം. ചാർട്ടില് നമുക്ക് അപ് ട്രെൻഡ് പഠിച്ചോണ്ട് അപ് ട്രെൻഡിനെ കാണിക്കാം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതാ മാർക്കറ്റ് ഞാൻ ഈ ഒരു പോയിന്റിലോട്ട് നോക്കിയാൽ, ഈ ഒരു പോയിന്റിലോട്ട് ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ അല്ലെ? പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ലോയും ഇവിടെ ഹൈ ഉണ്ടാക്കി, ഇവിടെ ലോ ഉണ്ട്, അതുപോലെ ഇവിടെ ഹൈ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ഇവിടെ ഹൈ ബ്രേക്ക് ആയിട്ടുള്ള ഇല്ല. കാരണം മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ആ ലിക്വിഡിറ്റിയെ ഗ്രാബ് ചെയ്തതിനു ശേഷം ഒരു റിയാക്ഷൻ, താഴോട്ടൊരു റിയാക്ഷൻ തന്നു, അതിനുശേഷം പിന്നെ മുകളിലോട്ട് കയറി അല്ലെ? ആ ലിക്വിഡിറ്റി, അതായത് ഈ ലിക്വിഡിറ്റിയെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്നു അല്ലെ? ഓവറോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റ് ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണ്. പക്ഷെ പിന്നെയും അത് വന്നതിന്റെ റീസൺ എന്താണ്? മാർക്കറ്റ് ആ ഒരു സ്വിംഗ് ആയി, അല്ലെങ്കിൽ ആ ഒരു ലെഗിന്റെ 50% മാർക്കറ്റ് വന്നു.
ഓക്കെ 50% നിയർലി മാർക്കറ്റ് വന്നു. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 50% വരയ്ക്കുമ്പോ 50% വരയ്ക്കുമ്പോൾ 50% നമുക്കിപ്പം എന്താ പറയാ, ഓക്കെ ഇതൊരു ഹൈ ആയിട്ട് ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഇത് ലോ ആണ്, മാർക്കറ്റ് ആ 50% ഏരിയയിലോട്ട് വന്നു. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മാർക്കറ്റ് ആ 50% ഏരിയ വന്നു. അപ്പൊ നമുക്ക് 50% താഴെ ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് എന്തുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അൺമിറ്റിഗേറ്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു, മാർക്കറ്റ് വന്നു ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് സോറി ഇവിടെ അല്ല, നെക്സ്റ്റ് ഏരിയ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്ലിയർ ആക്കിയെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അവിടെ ഈ ഒരു ഹൈ ലിക്വിഡിറ്റി, ഏത് ഹൈ ലിക്വിഡിറ്റി, ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പിന്നെ എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തു. അതായത് ഇവിടെ ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെല് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത്രയും പ്രൈസ് അപ്പിലോട്ട് പോയി അവിടെ നിന്ന് മാർക്കറ്റിൽ സെല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ സെല്ലിംഗ് പ്രഷർ, അതായത് ഇനി എടുത്ത് പറയുന്നു, ഇവിടെ ഒരുപാട് പേര് സെല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈ ചെയ്തു, സോറി ഇവിടെ ബൈ ചെയ്തു, ഇവിടെ ബൈ ചെയ്തു, ഇവിടെ ബൈ ചെയ്തു, പലയിടത്ത് ബൈ ചെയ്തിട്ട് ഈ ഏരിയയിൽ സെല്ല് നടന്നിട്ടുണ്ട്. സെല്ല് നടക്കാൻ കാരണം ഇതൊരു ഹൈ ലിക്വിഡിറ്റിയാണ്. കാരണം ഇവിടെ എന്തുണ്ടായിരുന്നു, ഇവിടെയും അതേ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ബൈ ചെയ്ത് ഈ സെൽ ഓർഡറിന്റെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. പിന്നെ ഒരു സഡൻ പമ്പ് തന്നു. കാരണം എന്താണ്, സഡൻ പമ്പ് തരേണ്ട കാരണം എന്താണ്, കാരണം എന്ന് പറയുന്നത് നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈ, അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റി, അതായത് ഒരു ഹൈ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഹൈ ലിക്വിഡിറ്റിയെ നല്ല രീതിക്ക് റിയാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സംഭവിച്ചു. അതായത് ഇവിടെ ഈ ഒരു ഇവിടെ ബൈ പ്രഷർ ആയിരുന്നു ഇതുവരെ, അതിനുശേഷം ഇവിടെ സെൽ പ്രഷർ ആയി. ഇവിടെ നിന്ന് പലരും സെല് ചെയ്ത് അപ്പൊ ഇവിടെയൊക്കെ സെല്ലുണ്ട്. ആ സെല്ലിനെ മൊത്തം, ആ സെൽ ഓർഡറുകളെ മൊത്തം മാർക്കറ്റ് ഇവിടെ വന്ന് കയറി. അതായത് ആ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് ഇവിടെ ഗ്രാബ് ചെയ്ത് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു റിട്രേസ്മെന്റ് വന്നു, അല്ലെ, ഒരു റിട്രേസ്മെന്റ് വന്നു. അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, അവിടെ നിന്ന് ഇപ്പൊ കറന്റ് മാർക്കറ്റിന് ഫ്ലോ ഇല്ല. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ട് ചെയ്താലും മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് റെസ്പെക്ട് ആയിട്ടില്ല ഇതുവരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴെ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകാനാണ് സാധ്യത, നമുക്കിപ്പോ ഓൾറെഡി അറിയാം മാർക്കറ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ കറന്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, ഈ ഒരു ഏരിയ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ബോഡി ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ഇനി എങ്ങോട്ട് പോകാനുള്ള പോസിബിലിറ്റി, ഇതൊരു ഫസ്റ്റ് ലിക്വിഡിറ്റി, കാരണം നിയറസ്റ്റ് ഹൈ ഇതാണ്, സെക്കൻഡ് ലിക്വിഡിറ്റി ഇതാണ്, ഓവറോൾ ട്രെൻഡ് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്കറിയാം. അപ്പൊ പോസിബിലിറ്റി എന്താണ്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ട് ചെയ്തതിനു ശേഷം വൺസ് ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റിയെ ഗ്രാബ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അസ് എ ട്രേഡേഴ്സ് നിങ്ങൾക്ക് ട്രേഡ് പ്ലോട്ട് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ബൈ ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ബൈ ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ ബൈ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ നിയറസ്റ്റ് ലിക്വിഡിറ്റിയിൽ വയ്ക്കാം. ഇല്ല കുറച്ചുകൂടി റിസ്ക് റിവാർഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നിയറസ്റ്റ് ലിക്വിഡിറ്റി എടുക്കാം. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻ ഓവറോൾ ട്രെൻഡ് എന്തായിരുന്നു ഇതുവരെയുള്ള, അതായത് ഈ റീജിയനിലുള്ള ഓവറോൾ ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പം അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് ഫസ്റ്റ് കിട്ടി. ഓക്കെ, അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് ഫസ്റ്റ് കിട്ടി. അതിനുശേഷം എന്താ സംഭവിച്ചത്, അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നമ്മളൊരു ബൈ പോസിബിലിറ്റി ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ട ഏരിയ, ഓക്കെ, ടാർഗറ്റ് വെക്കേണ്ട ഒരു ഡീസന്റ് ഏരിയ എന്ന് പറഞ്ഞത് ഈ സ്വിംഗ് ഹൈ ആയിരുന്നു. ഓക്കെ, അവിടെ വരെ മാർക്കറ്റ് പോകാനുള്ളത്. അപ്പൊ ഈ തിങ്കളാഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ഗ്രാബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോബിലിറ്റി ഹൈ ആണ്. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രോബിലിറ്റി മുകളിലോട്ട് പോവാ ഹൈയും, പ്രോബിലിറ്റി താഴോട്ട് പോവാൻ ലോയുമാണ്. കാരണം വെച്ചാൽ ഓൾറെഡി ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ, ഞാൻ പറഞ്ഞു ഓർഡർ ബ്ലോക്കിനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയാം. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഓൾറെഡി മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി പോകാനുള്ള പോസിബിലിറ്റി ഇതുവരെയാണ്. ക്ലിയർ ആണെന്നാ പറയുന്നത്. അപ്പൊ ഇതാണ് സിസ്റ്റം, ഇത്രേ ഉള്ളൂ സിസ്റ്റം. ഇത്രയും ചെറിയ സിസ്റ്റത്തിലാണ് ഇവിടെ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ ലിക്വിഡിറ്റി എന്ന കോൺസെപ്റ്റ് ഇതിപ്പോ അപ് ട്രെൻഡിന്റെ കാര്യമാണ്. ഇതേപോലെ നമുക്ക് എന്ത് പറയാം, ഡൗൺ ട്രെൻഡിൽ ഈ സെയിം സിനേരിയോസ് നടക്കുന്നുണ്ട്. ഡൗൺ ട്രെൻഡിൽ ഓക്കെ, അപ് ട്രെൻഡിൽ ഇപ്പൊ ഹൈ ആണ് ലിക്വിഡിറ്റി എങ്കിൽ ഡൗൺ ട്രെൻഡിൽ നമുക്ക് എന്താണ് ലോ സൈഡ് ആയിരിക്കും ലിക്വിഡിറ്റി, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കാൻ അറിയാം മാർക്കറ്റ് ഇവിടെ ഞാൻ ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. ഇവിടെ ഹൈ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യേണ്ടതാണ് ഈ ലോയെ ബ്രേക്ക് ചെയ്യണം, അല്ലെ, ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ഏതാണ്, ഡൗൺ ട്രെൻഡിലെ മാർക്കറ്റ് പോവുകയാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയസ് എല്ലാം ലിക്വിഡിറ്റീസ് ആണ്. ഈ ഏരിയസ് എല്ലാം അൺമാറ്റിക്കേറ്റഡ് ലിക്വിഡിറ്റി ആണ്. അപ്പൊ നാളെ അതായത് ഫ്യൂച്ചറിലെ മാർക്കറ്റ് അപ്പിലോട്ട് പോകുമ്പോൾ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഏത് ലിക്വിഡിറ്റി,
ഈ ഹൈയിൽ ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബായി. അത് കഴിഞ്ഞ് നോക്കിയേ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബായി. അത് കഴിഞ്ഞ് നോക്കിയേ ഇവിടെ ലിക്വിഡിറ്റി, പിന്നെ ഇവിടെ അതായത് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ഗ്രാബായി. അതിനുശേഷം ഇനി പോവാനുള്ള ഏരിയ ഏതാണ്? ഇനി ഈ ഏരിയയാണ് ലിക്വിഡിറ്റി ഗ്രാബ് ആക്കാൻ പോവേണ്ടത് അല്ലെ. ഇപ്പൊ കണക്ക് പ്രകാരം നോക്കിയാൽ 2 ഈക്വൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെയും ഇവിടെയും, അതായത് ഈ ഏരിയയിലും ഈ ഏരിയയിലും ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റിന്റെ കണ്ടീഷൻ നമ്മൾ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അഥവാ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാലും ഉണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനേരിയോ ഉണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ. ഈ ലോയിൽ ലിക്വിഡിറ്റി ഉണ്ട്. കാരണം എന്താണ് ലോയിൽ ലിക്വിഡിറ്റി എന്നുള്ള റീസൺ? കാരണം ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇപ്പോഴും ബൈ ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മണി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് പോയി ഹൈയിൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തു, ലോയിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ മാർക്കറ്റ് നാളെ പോവുകയാണെങ്കിൽ അടുത്ത് പോകേണ്ട ഏരിയ ഇതാണ്. ഏത്? അടുത്ത് പോവേണ്ട വളരെ സിമ്പിളും വളരെ ഈസി ആയിട്ട് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ലിക്വിഡിറ്റി ഏരിയകളൊന്ന് ഇതാണ്. ഓക്കെ, അഥവാ മാർക്കറ്റ് നാളെ ഇവിടെ നിന്ന് താഴോട്ട് പോകണം, ഇതും ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ഇപ്പൊ കാണുന്ന ഈ ഒരു കണ്ടീഷൻസിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് ബേസ് ചെയ്ത് ഓരോ ഹൈസിലും ലോസിലും നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. ഓരോരോ ഹൈസിലും ലോസ്. ഇവിടെ ഇതൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഞാനിപ്പോ ഇങ്ങനെ ചുമ്മാ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഇങ്ങനെ റണ്ണാണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് സത്യം പറഞ്ഞു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്, നിയറസ്റ്റ് ലിക്വിഡിറ്റിയാണ്. അത് മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ റിയാക്ട് ആക്കിയിട്ടില്ല. പിന്നെ ഈ ലിക്വിഡിറ്റി റിയാക്ട് ആവാൻ ക്യാൻഡിൽ ക്ലോസ് ആവണമെന്നില്ല, ജസ്റ്റ് വിക്ക് ഒന്ന് ടച്ച് ചെയ്താലും മതി ആ ഹൈ. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ പോസിബിലിറ്റീസ് നമ്മൾ നോക്കും. ഇപ്പൊ നോക്കിയ മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം പ്രോബിലിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ട് ചെയ്തിട്ട് പുഷ് തന്നു. ആ പ്രോബിലിറ്റി അനുസരിച്ച് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാം. ക്ലിയർ അല്ലേ പറയുന്നത്? ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ വേറൊരു ലിക്വിഡിറ്റിയുടെ കാണിച്ചത്. നമുക്ക് ഈ ലിക്വിഡിറ്റി, ഈ ഒരു ടൈപ്പ് ലിക്വിഡിറ്റി സ്വിംഗ് ലിക്വിഡിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഈ എൻറ്റയർ ഏരിയ ലിക്വിഡിറ്റിയാണ്. ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ വേറെ സെൽ ഓർഡേഴ്സ്, ഇവിടെ ബൈ മാത്രമേ നടന്നിട്ടുള്ളൂ, വേറെ സെൽ ഓർഡേഴ്സ് വന്നിട്ടില്ല. അഥവാ ഇവിടെ പിന്നെ ഫ്യൂച്ചറിലോട്ട് പറഞ്ഞിട്ട് തവയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ സിംഗിൾ ഓയിലും മാർക്കറ്റ് വന്ന് ആ ലിക്വിഡിറ്റിയെ ഗ്രാബ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ലിക്വിഡിറ്റി വളരെ സംഭവം കേൾക്കാൻ വളരെ സിമ്പിൾ ആണ്, പക്ഷേ ആസ് പെർ ട്രേഡർ നിങ്ങളാണത് എവിടെയാണ് ആ ഏരിയ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പഠിപ്പിച്ച മാർക്കറ്റ് സ്ട്രക്ചർ. നോക്കിയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കറന്റ് മാർക്കറ്റ് നല്ല രീതിക്ക്, അതായത് ഒരു 1 അവർ ടൈം ഫ്രെയിം വരും മാർക്കറ്റ് നല്ല രീതിക്ക് അങ്ങനെ ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫോൾ ആയിട്ട് കണക്ക് പ്രകാരം ഈ ഓർഡർ ബ്ലോക്കിൽ കറക്റ്റ് ആവുന്ന മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ റിയാക്ഷൻ? സൂം ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ കറക്റ്റ് ആവുന്ന മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ റിയാക്ഷന് ശേഷം നമുക്ക് റൂൾ അറിയാം. ഇങ്ങനത്തെ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം ഡൗൺ ട്രെൻഡ് ആണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്ത് ഇങ്ങനെ റിയാക്ട് ചെയ്താൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ തന്നെ താഴോട്ട് വരാണെങ്കിൽ എവിടെ വരെ വരാം? അങ്ങനെ നോക്കുമ്പം ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ഇവിടെയും, സെക്കൻഡ് ലിക്വിഡിറ്റി ഏരിയ ഇവിടെയും. അങ്ങനെ താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ അടുത്ത പോസിബിൾ ടാർഗറ്റ് ആയിട്ട് ഇവിടെ നിന്ന് സെല്ല് എടുക്കാനാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലിക്വിഡിറ്റി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയ ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബ്രോ, സെക്കൻഡ് ടാർഗറ്റ് എങ്ങനെ വെച്ചത്? സെക്കൻഡ് ടാർഗറ്റ് ഞാൻ വെച്ചത് ഞാൻ പറഞ്ഞു ഓരോ സ്വിംഗിലും ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഓരോ സ്വിംഗിലും ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു സ്വിംഗ് ആണ്. ഇപ്പൊ നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്വിംഗ് ഇതാണ്. ഓൾറെഡി ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പൊ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ ഉണ്ടെങ്കിൽ മാർക്കറ്റ് വന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്ത് താഴോട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് 1 അവറിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് ആ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് റിയാക്ട് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം അല്ലെ? മാർക്കറ്റ് വന്നു ആ ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്യാൻ നിൽക്കുക. അപ്പൊ റൂൾ എങ്ങനെയാണ്? മാർക്കറ്റിന് താഴോട്ട് തന്നെ വരണം, അതാണ് റൂൾ. അപ്പൊ താഴോട്ട് വരുമ്പോൾ ഇതുവരെ വരാം. അതാണ് നമുക്ക് ഞാൻ ഫസ്റ്റ് ടാർഗറ്റുള്ള നിയറസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ഇതാണ്. കാരണം ഇതൊരു സ്വിംഗ് ആണ്. ഓക്കെ, ഇതും ഒരു സ്വിംഗ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇതും ഒരു സ്വിംഗ് ആണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടേക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെയൊക്കെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ഇവിടെയും ബൈ. കാരണം ആലോചിക്കുക, ഇവിടെ നിങ്ങൾ പ്രൈസ് നോക്കിയേ 3255 പിന്നെ ഈ സെക്കൻഡ് സ്വിംഗ് 3263. ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് 3274. ഓക്കെ, അപ്പം അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഹ്യൂജ് ആയിട്ട് ബൈ വന്നു. ഇവിടെ ഒന്ന് സെൽ ഓർഡർ ക്ലിയർ ആക്കിയിട്ടില്ല.
നമുക്കിവിടെ റൂൾ പ്രകാരം മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഒരു സെൽ പ്രഷർ കാണുന്നു. സെൽ പ്രഷർ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഇനി എവിടെ വരെ പോകാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് വെച്ച രീതി മനസ്സിലാകാൻ നോക്കി. ആരാണ് കേട്ടെന്ന് എനിക്കറിയില്ല. ഹലോ, ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതായത് ഇതൊരു സ്വിങ്, ഇതൊരു സ്വിങ്. ഓക്കെ, അതായത് ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇതിനൊരു പേരൊക്കെ കുറച്ച് സഹോസിക്കേണ്ട പേരൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പറയാം. ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയസിന് ഒരു പറയുന്ന ഒരു പേരാണ്. നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. തൽക്കാലം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി വിളിക്കുന്ന, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ കണ്ടീഷൻ മാർക്കറ്റ് ഫോളോ ആവാനുള്ള കണ്ടീഷനാണ് കാണിക്കുന്നത്. ഫോളോ ആയാൽ ഇതുവരെ പോവാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതുവരെ പോവാം, സെക്കൻഡ് ടാർഗറ്റ് ഇതുവരെ പോവാം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ബ്രോ, ആ ഓർഡർ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, പറഞ്ഞു. അതെങ്ങനെയാ ഓർഡർ ബ്ലോക്ക് ആകുന്നതെന്നോട് പറയാമോ? ഷുവർ. നമ്മളിപ്പോ നോക്കുമ്പോ ഒരു മിനിറ്റ്, ഇതൊരു സ്വിങ് അല്ലേ നമുക്ക്, അതായത് നിങ്ങൾക്ക് ഒരു സാധനം, ഇതൊരു സ്വിങ് അല്ലേ, ഈ ഒരു ഏരിയ രണ്ട് സ്വിങ് അല്ലേ. ഞാനിപ്പോ ഇവിടെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ വരയ്ക്കുകയാണ്. ഓക്കെ, പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ വരച്ചു. നിങ്ങൾക്ക് തന്നെ അറിയാം, മാർക്കറ്റിന്റെ ഡൗൺ സൈഡ് ആണെങ്കിൽ മാർക്കറ്റിന്റെ പ്രീമിയം ഏരിയയിൽ വരുന്ന ഓർഡർ ബ്ലോക്ക് ആണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, അതുപോലെ ഇതും ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ കറണ്ട് കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റിന്റെ ഫോളിംഗ് കണ്ടീഷൻ സിനേരിയസ് ആണ് കാണുന്നത്. അങ്ങനെ വന്ന് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട്, അതായത് പ്രീമിയം ഏരിയയുടെ മുകളിലല്ലേ ഇരിക്കുന്നത്. കാരണം ബ്രോക്ക് 50% കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് 50% ഉള്ളത് ഈ ഏരിയ. അപ്പൊ ഇത് ഡിസ്കൗണ്ട് ഏരിയ, ഇത് പ്രീമിയം ഏരിയ. അപ്പൊ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് വന്നു ആ ഓർഡർ ബ്ലോക്കിൽ റിയാക്ട് ചെയ്തു. 50% മേലുള്ള ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്തു. അവിടെ നിന്ന് പോസിബിൾ ആയിട്ട് താഴോട്ട് വീഴാനുള്ള സാധ്യതയാണ്. ക്ലിയർ ആണെന്ന് പറയുന്നത്. ഇപ്പോഴും പറയുന്നത് ഇതൊരു പ്രോബിലിറ്റിയാണ്, ഇവിടുന്ന് പുഷും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സിനേരിയോ വെച്ച് നോക്കിയാൽ അറിയാം ക്യാൻഡിലിന്റെ പുഷ്. ഇപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം, അല്ലെ ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്തതിനു ശേഷം സെൽ ക്യാൻഡിലിന്റെ പ്രഷറാണ് ഇവിടെ കാണുന്നത്, സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ കാണുന്നത് അല്ലെ. ഇവിടെ ഇപ്പൊ 1, 2, 3, 4 ക്യാൻഡിലുണ്ട്. 4 ക്യാൻഡിൽ 3 ക്യാൻഡിലും സെൽ ക്യാൻഡില് ഒരു ക്യാൻഡിൽ മാത്രമാണ് ബൈ ക്യാൻഡിൽ. ഓക്കെ, അപ്പം സെല്ല് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റിയിൽ നമുക്ക് മാർക്കറ്റ് ഫസ്റ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ ഏരിയയിലോ സെക്കൻഡ് ലിക്വിഡിറ്റി ഉള്ള ഈ ഏരിയയിലോ പോകാം എന്നാണ് കണക്ക്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ ഓർഡർ ബ്ലോക്ക് എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ ബ്രോ? ഇതൊരു സ്വിംഗ് ആണ്, സ്വിംഗ് എന്ന് പറയും. ഇതാണ് സ്വിംഗ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലായിടത്തും ലിക്വിഡിറ്റി ഉണ്ട് കണക്ക് പ്രകാരം. ഞാൻ പറഞ്ഞ ഓർഡർ ബ്ലോക്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിലും ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഈ പറഞ്ഞ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ആണ്. ഇതാ ഓൾറെഡി ലിക്വിഡിറ്റി ക്ലിയർ ആയ ഒരു ഏരിയ ഉണ്ട്. ഇതൊരു നിയറസ്റ്റ് ലേറ്റസ്റ്റ് ലിക്വിഡിറ്റി ആണ് ഈ ഏരിയ. ഓക്കെ, നിങ്ങൾ നോക്കിയേ, കറക്റ്റ് ആവുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് ക്ലിയർ ചെയ്തു. ഓക്കെ, കറക്റ്റ് ആവുന്ന മാർക്കറ്റ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തു. ഇനി താഴോട്ട് പോകുമ്പോഴും നമുക്ക് വേറെ ലിക്വിഡിറ്റി കാണാൻ പറ്റും. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ നോക്കാം. പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ നോക്കാം. നോക്കിയേ, ഇവിടെ വേറെ പ്രീവിയസ് നമുക്കിതാ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, അത് റിയാക്ട് ആക്കിയിട്ടില്ല മാർക്കറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ലോയർ അടി ലിക്വിഡിറ്റി ഇതുവരെ മാർക്കറ്റ് ക്ലിയർ ആക്കിയിട്ടില്ല. മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി ഇങ്ങോട്ട് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓരോ സ്വിങ്ങിലും ഉണ്ട് ലിക്വിഡിറ്റി. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അതുപോലെ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അതുപോലെ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം വീഴുന്നുണ്ട് മാർക്കറ്റ്, എങ്ങോട്ട് വീഴാം. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാം. വലിയ ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? എപ്പോഴും ഞാൻ പറഞ്ഞോട്ട് സെല്ലാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ പോവില്ല. ഓക്കെ, സെല്ലാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ സിക്സ് ആക്സ്, അതായത് ഓരോ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഉണ്ടായിട്ട് മാർക്കറ്റ് പോകും. ഏതാണെന്നാ പറയുന്നത്. പിന്നെ അപ്പുറത്തെ ഫണ്ടമെന്റൽ അനാലിസിസ്, നമ്മളിപ്പം ഫണ്ടമെന്റൽ നമ്മളൊക്കെ അനലൈസ് ചെയ്യും. ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്നാൽ ഫണ്ടമെന്റൽ അനാലിസിസ് പ്രകാരം ഗോൾഡ് ഇനി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പൊ വാറിന്റെ ഇഷ്യൂസ് തീർന്നു എങ്കിലും ചൈന ഒരുപാട് ഗോൾഡ് റിസർവ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ ഫണ്ടമെന്റൽ ആണ്. സെമി കണ്ടക്ടേഴ്സിന്റെ യൂസേജ് ഇപ്പം അറിയാലോ, ഫ്യൂച്ചറിൽ ഒക്കെ വന്നപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ യൂസേജ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ അതിന്റെ ചിപ്പ് യൂസ് ചെയ്യാൻ, സിലിക്കൺ ചിപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി അതിൽ ഗോൾഡിന്റെ ഒരു ചെറിയ പാർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം. അങ്ങനെ നോക്കുമ്പം ഇനിയും ഗോൾഡിന്റെ പ്രൈസ് ആകാശം തൊടാനുള്ള സാധ്യത ഇനിയും കൂടാനാണ് സാധ്യത. ഓക്കെ, അത് മാത്രമല്ല ഈ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ ഗോൾഡിന് പകരം വേറൊരു മെറ്റൽ അവർക്ക് ഇതുവരെ, അതായത് വേറൊരു പീരിയോഡിക് ടേബിൾ മെറ്റൽ അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഗോൾഡിന്റെ പ്രൈസ് ഇനിയും കൂടാം. അതുപോലെ തന്നെ വേൾഡിലെ ഗോൾഡ് റിസർവ് നോക്കി കഴിഞ്ഞാൽ ഇനി ഗോൾഡ് ഖനിച്ചെടുക്കാൻ വെറും എനിക്ക് തോന്നുന്നു 50,000 ടൺ എന്തോ ഉള്ളൂ എന്നാണ് ലാസ്റ്റ് ന്യൂസ് നോക്കിയാൽ മനസ്സിലായി. 50,000 ടൺ ഗോൾഡ് മാത്രമേ ഉള്ളൂ.
ബാക്കി ഇനി ഗോൾഡ് ഭൂമിയില്ല. ഓക്കെ, ഇനി ഭൂമിയിൽ കരിച്ചെടുക്കാൻ പറ്റുന്ന ഗോൾഡ് 50,000 ടണ്ണേ ഉള്ളൂ. വേറെ ഗോൾഡ് അവിടെ ഉണ്ടെങ്കിൽ കരിക്കാൻ പറ്റില്ലെങ്കിൽ. അപ്പൊ അവിടെ നോക്കുമ്പോൾ ലഭ്യത കുറവ്, സപ്ലൈ ഡിമാൻഡ് വളരെ കുറവാണ്. അതായത് ഡിമാൻഡ് കൂടുതൽ, സപ്ലൈ വളരെ കുറവാണ്. അപ്പം അതിന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഗോൾഡിന്റെ പ്രൈസ് ഇനി സ്കൈ റോക്കറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ JP മോർഗൻ പോലത്തെ വലിയ ബാങ്കുകൾ പറയുന്നത് ലാസ്റ്റ് വീക്ക് ഒക്കെ അവര് പറയുന്നത് വന്നിട്ട് 3,500 കടക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3,500 ആയിട്ടില്ല, 3,500 കടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3,500 കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 4,000 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗോൾഡിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ട്രേഡ് ചെയ്യുന്ന പേർ, ചിലർ ഇതില് കുറെ പേര് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതായിരിക്കും, കുറെ പേര് കറൻസി പേഴ്സ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. ഈ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവരൊന്ന് സൂക്ഷിക്കുക. വേറൊന്നുമല്ല, ഗോൾഡിന്റെ ഇപ്പോഴത്തെ ഒരു സിനേരിയോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഗോൾഡിൽ. ഇപ്പോഴത്തെ ഒരു സിനേരിയോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു സാധനമാണ്. കാരണം ഈ ഓൾ ടൈം ഹൈയിലോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നൊരു ഐഡിയ, അല്ലെങ്കിൽ മാർക്കറ്റ് ഏതൊരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആവുന്ന ഒരു ഐഡിയ കിട്ടാൻ പാടാണ്. അപ്പൊ എനിക്ക് കിട്ടാൻ പാടാണ്. ഞാൻ ആദ്യം പറയാം, എനിക്കത് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ നോക്കിയേ, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 6 പോലെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അല്ലേ. പക്ഷേ ഇത് മന്ത്ലി ചാർട്ടാണ്, ഞാനിപ്പോ എടുത്ത് മന്ത്ലി ചാർട്ടാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു പോയിന്റിന് ശേഷം 6 ഈ ഒരു ഇവിടെയൊക്കെ കുറച്ച് 6 ഉണ്ട്. അതിന് പഞ്ച്, വലിയൊരു പഞ്ച് ഉണ്ട് ഗോൾഡ് അല്ലെ. ഈ രണ്ട് കണ്ടീഷൻ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, പറ്റില്ലെന്നല്ല. പക്ഷേ നമ്മൾ നോക്കിയാൽ ഒരു റിട്രേസ്മെന്റ് പോലും ഇല്ല. കാരണം അതിന്റെ റീസൺ വാറായതുകൊണ്ടാണ്. വാറായതുകൊണ്ട് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന റീസൺ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ 6 മൂവ്മെന്റ് ഇവിടെ നിന്ന് ശേഷം പിന്നെ ഒരു പഞ്ചിങ് ആണ്. കാരണം ഇവിടെ നിന്ന് സെല്ല് വേണ്ട, ബൈ എടുക്കാം. പക്ഷേ ബൈ എടുക്കാനാണെങ്കിൽ റിട്രേസ്മെന്റ് വരുന്നില്ല മാർക്കറ്റ്. ആ റിട്രേസ്മെന്റ് എന്താണെന്ന് അറിയാം, ഈ ഒരു ഫ്ലോ ഡൗൺ ഫ്ലോ അപ്പ് റിട്രേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമുക്ക് കുറച്ചൊന്ന് നമുക്ക് തെറ്റ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പഠിച്ച ഈ ടെക്നിക്കൽസ് അവിടെ വർക്കാവാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ കറൻസി പേഴ്സിൽ ഫോക്കസ് ചെയ്യാം. ഇതിൽ സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ USD പോലത്തെ കറൻസി, USD, GBP പോലത്തെ കറൻസി പേഴ്സ് ഫോക്കസ് ചെയ്യാം. കാരണം അതിന് ഡീസെന്റ് ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സും മാർക്കറ്റ് ലെവൽസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്ത ഗോൾഡ് തന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിൽ സത്യമായ ട്രേഡിന്റെ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാം, അതുപോലെ പെട്ടെന്ന് ലോസ് എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഗോൾഡ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ച്, നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ USD പോലത്തെ കറൻസി പ്രൈസിൽ ട്രേഡ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഗ്രാസ്പ് ആക്കുക. അതിനുശേഷം ഫ്യൂച്ചറിൽ ഗോൾഡ് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഗോൾഡിൽ ഹ്യൂജ് ലോട്ടൊന്നും ട്രേഡ് ചെയ്യരുത്. ഇതിൽ പലർക്കും ഗോൾഡിൽ അടി വാങ്ങിയ പലരും ഉണ്ടാവും, എനിക്കറിയാം ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഗോൾഡ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളെല്ലാവരും കാശുണ്ടാക്കുന്ന ഗോൾഡ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഗോൾഡ് ചെയ്തുകൂടാന്നല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്, ഗോൾഡ് ചെയ്യാം. പിന്നെ കുറച്ച് റിസ്കിയാണ്, കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ളതാണ്. ആണെങ്കിൽ ഒരു ചെറിയ ഹോൾ നമുക്ക് ഗോൾഡിന് ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ന്യൂസസ് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ വാറൊക്കെ തീർന്നതുകൊണ്ടും എന്നാലും ടെൻഷൻസ് ഉണ്ടല്ലോ. ഇപ്പം റഷ്യൻ ഉക്രൈൻ ഇപ്പോഴും ഒരു 50-50 ചാൻസ് നിൽക്കുകയാണ്. അതും അങ്ങനെ തീർന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെയും കുറെ ഫണ്ടമെന്റൽസ് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ US ഡോളറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, US ഡോളർ ആണെങ്കിൽ ട്രംപിന്റെ അവിടുത്തെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഓവറോൾ വേൾഡ് എക്കോണമി കുറച്ച് ഇഷ്യൂസ്, അതായത് എല്ലാം ഒന്നും ന്യൂട്രലായി നിൽക്കുന്നതേ ഉള്ളൂ. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഹ്യൂജ് ഇഷ്യൂസ് വരുന്ന ഒരു ടൈമാണ്. സോ മേ ബി US ഡോളറിന്റെ വീഡിയോ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ഫോൾ എ ഹ്യൂജ് ഫോൾ ഇൻ ദി സ്റ്റോക്ക്. ഓക്കെ, സോ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. വേറെ കറൻസി പേഴ്സ്, USD പോലത്തെ കറൻസി പേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ വീക്ക്ലി ചാർട്ട് മന്ത്ലി ചാർട്ട് നോക്കിയാലും നമുക്ക് ഐഡിയ കിട്ടും എങ്ങോട്ടാണ് പോകാനുള്ളത്. കാരണം അത് ഓൾ ടൈം ഹൈയിലൊന്നും അല്ല, ഓൾ ടൈം ലോയിലും അല്ല, ഒരു വിൻ 50-50 സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, അതായത് ആ ഒരു ഹൈയിലും ലോയിലും അല്ല, പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, മുന്നോട്ട് പോകാം. നിയറസ്റ്റ് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് നിയറസ്റ്റ് ലിക്വിഡിറ്റി. മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്യാൻ നിൽക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ യുക്തിപൂർവ്വം നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള യുക്തിപൂർവ്വം നിങ്ങൾ ട്രേഡുകൾ പ്ലോട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? പിന്നെ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലിക്വിഡിറ്റി വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, മാർക്കറ്റ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഹൈസ് ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെല്ലാം ലിക്വിഡിറ്റീസ് ആണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് നെക്സ്റ്റ് ഹൈ എവിടെയാണ്, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് എവിടെയാണ്, നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ് നോക്കുക. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾ ട്രേഡ് പ്ലോട്ട് ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, ആക്കിയിട്ട് കാര്യമില്ല, ലോസസ് മാത്രമേ വരൂ. സോ കീപ് ഇറ്റ് സിമ്പിൾ. ഓക്കെ.
ഇതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ന് പഠിച്ചതോ ഡൗട്ടുകൾ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഫേംസിനെ പറ്റി പറഞ്ഞുതരാം. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോഫേംസിനെ പറ്റി ഒന്ന് പറഞ്ഞു തരട്ടെ. ഇപ്പം എനിക്കറിയാം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വേറെ വോയിസിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ശരി, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ പലരും പ്രോഫേമിൽ ട്രേഡ് ചെയ്ത് കാരണം സീരിയസ് ആയിട്ട് എനിക്കറിയാം. ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ, ഈ ട്രേഡിംഗിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ നമുക്ക് ഹ്യൂജ് ക്യാപിറ്റൽ, അത് ട്രൂത്താണ്. ഞാൻ ഇപ്പൊ പറയുന്ന ഒരു പക്കാ ട്രൂത്തിൽ പറഞ്ഞു പോകുന്നത്. ട്രേഡിംഗ് നല്ല പ്രോഫിറ്റ് വേണം. നല്ല രീതി സിമ്പിൾ പറയാലോ, ഒരു മാസം $100 എടുക്കണമെങ്കിൽ മിനിമം $1000 നമ്മളെ കയ്യിൽ വേണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലർ $100, 300, 1000, 1500, 2000 ഒക്കെ ആക്കാം. അതാക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ന്യൂബി ആയിട്ടുള്ള ട്രേഡേഴ്സ്, പുതുതായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നല്ലൊരു എമൗണ്ട് വേണം. അപ്പൊ നമ്മള് സാധാരണക്കാരാണ്. നമുക്ക് ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമോ 1000 രൂപ എന്നുള്ള 1 ലക്ഷം അടുപ്പിച്ചായി. ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു 86,000 സംതിങ് വരും. 85,600 സംതിങ് രൂപ വരും. അപ്പൊ ഒരു $1000 കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് കമ്പനി, ഫണ്ടഡ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വിശ്വസിക്കും. ഈ പ്രോഫേംസിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു പ്രോഫേംസ് എടുത്താലും ശ്രദ്ധിച്ച് കേൾക്കുക. എക്സാമ്പിൾ ഫോർ എക്സെട്ര, ഞാനിപ്പോ ഒരു പ്രോഫേം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് എന്റെ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ഈ ഇടക്കാലങ്ങളിൽ ഒരു 100K ഒരു പ്രോഫേം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഫസ്റ്റ് ഫേസ് 8% ആണ് ക്യാപിറ്റൽ നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. 8% ക്യാപിറ്റൽ ഗെയിൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ, ഫസ്റ്റ് സ്റ്റെപ്പ് 1 ക്രൈറ്റീരിയ. 8% ഗെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ 1:2 ട്രേഡാണ് എടുക്കുന്നത്. ഗോൾഡിലായിരിക്കും മാക്സിമം ഞാൻ ട്രേഡ് ചെയ്യുന്നത്. മാക്സിമം ഞാൻ ഗോൾഡിലായിരിക്കും, ചിലപ്പോൾ കറൻസി ബേസിൽ പോകും. ഞാൻ ഗോൾഡില് 1:2 എന്ന ട്രേഡ് എടുക്കണം. ഞാൻ പെർ ട്രേഡിന് അതായത് 1%, ആ 100K 1% റിസ്ക് ചെയ്താണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, 1%, ചില സമയം 2% റിസ്ക് ചെയ്യും. പക്ഷെ പെർ ഡേ 3% റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാനിപ്പോ ഈ പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾ നാളെ 1% റിസ്ക് ചെയ്യാൻ നിൽക്കരുത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും? ഇപ്പൊ ആ 100 ഇപ്പൊ ട്രേഡ് അറിയാലോ, പ്രോബബിലിറ്റി ഗെയിമാണ്. ഞാനിപ്പോ 1% വെച്ച് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് 1% ഞാൻ ട്രേഡ് പ്ലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് ലോസിൽ പോവുകയാണെങ്കിൽ എനിക്ക് 1% അവിടെ ലോസ് ആവണം, 2% ലോസ് ആവുകയാണ്. എനിക്ക് അഥവാ 100K ലോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു 100K അല്ലെങ്കിൽ വേറൊരു 50K അക്കൗണ്ട് എടുക്കാം. നമുക്ക് ക്യാപിറ്റൽ ഓക്കെ, വേറൊരു 50K എടുക്കുക, 25,000 അല്ലെങ്കിൽ 30,000 കൊടുത്താണ് വേറെ ക്യാപിറ്റൽ നമ്മളെ കയ്യിൽ. അപ്പൊ നിങ്ങളൊരു ട്രേഡറാണ്, നിങ്ങളൊരു 5K സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലിന്റെ 0, അതായത് ക്യാപിറ്റൽ 0.5%, അതായത് 0.50% ട്രേഡ് പ്ലോട്ട് ചെയ്യാൻ നോക്കും. ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ഡീസന്റ് റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഒരു 39% ട്രേഡ് ആണെങ്കിൽ 1:2 എടുത്താൽ മതി. ഓക്കെ, 1:2 എടുത്താണെങ്കിൽ 100 ട്രേഡ്സ്, 39 അല്ലെങ്കിൽ 40 ട്രേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് പാസ്സാക്കാം. ഇല്ല 1:1 എടുക്കുന്നവരാണെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ 60% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അത് 100 ട്രേഡ്സിൽ 60 ട്രേഡ്സെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ഒരു അക്കൗണ്ട് പാസ് എടുക്കാൻ പറ്റും. പിന്നെ ഏതൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്താലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആരെടുത്താലും അതിന്റെ റൂൾസ് നമ്മൾ നല്ല രീതിക്ക് വായിക്കുക. ജസ്റ്റ് ആ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുമ്പോൾ താഴെ കാണുന്ന റൂൾസ് അല്ല, എല്ലാ ഫണ്ടഡ് അക്കൗണ്ട്സിലും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നുള്ള Q&A സെഷൻ ഉണ്ടാവും. ആ Q&A സെഷനിൽ നിങ്ങൾ പോവുക. ആ Q&A സെഷനിൽ നിങ്ങൾ പോയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ Q&A സെക്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നൈസായിട്ട് അവിടെ പോവുക. പോയിട്ട് നിങ്ങൾ റീസൺ ബൈ റീസൺ ആയിട്ട് വാങ്ങിക്കുക. പെർ ഡേ എത്ര % റിസ്ക് എടുക്കാം, നമുക്ക് എത്ര മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്, അതുപോലെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ടോ, ഗാംബ്ലിംഗ് റൂൾ ഉണ്ടോ, ന്യൂസിൽ ട്രേഡ് എടുക്കാമോ, ന്യൂസിൽ എത്ര മിനിറ്റിന് മുമ്പേ ട്രേഡ് ക്ലോസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് ട്രസ്റ്റ് പൈലറ്റ് വേണമെങ്കിൽ എഴുതിയെടുത്തോ, ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന് പോകും. ഈ ട്രസ്റ്റ് പൈലറ്റ് വെബ്സൈറ്റിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈ ട്രസ്റ്റ് പൈലറ്റിൽ ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എന്താ പറയാ റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ പേര് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഏത് നിമിഷം വേണമെങ്കിലൊക്കെ കൂട്ടിപ്പോകാം. കാരണം പണ്ട് എനിക്ക് ഇതേപോലെ 100K അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു ഫണ്ടഡ് അക്കൗണ്ട്, അതായത് നമ്മുടെ മൈഫോറക്സ് ഫണ്ടഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി. അതിനൊക്കെ പലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. പണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നു ആ കമ്പനി കൂട്ടിപ്പോയി. നമ്മൾ 100K രണ്ട് അക്കൗണ്ട് ആയിരുന്നു, എന്റെ ഒരു പൈൻ്റെ അക്കൗണ്ട് ആയിരുന്നു പോയത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ബൈ റൂളുകൾ മൊത്തം വായിക്കുക. വായിച്ചതിന് ശേഷം വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വായിച്ചതിന് ശേഷം
വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കയ്യിൽ ഒരു 5000 രൂപയാണ് ഉണ്ടായിരുന്നെങ്കിൽ 5000 രൂപ ചെറിയൊരു ഫണ്ട് അക്കൗണ്ട് എടുക്കുക, ട്രേഡ് ചെയ്യുക. അപ്പൊ 1 ലക്ഷം രൂപ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ സീരിയസ്ലി പറയുന്നു, ഒരു 25K അക്കൗണ്ട് എടുക്കുക. 25K അക്കൗണ്ട് എടുക്കുക, 100K അക്കൗണ്ട് എടുക്കാൻ പ്രൈസ് ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും 25K അക്കൗണ്ട് എടുക്കുക, ആ അക്കൗണ്ട് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് റിട്ടേൺസ് എടുക്കാം. പിന്നെ ഫണ്ടഡ് അക്കൗണ്ടിൽ ചലഞ്ച് പാസ്സാക്കുന്നതല്ല, അതൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം റിട്ടേൺസ് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിട്ടേൺസ് വരുന്നതും വളരെ 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 ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. മറക്കരുത്. ഇപ്പോഴും പറയുന്നു, റിട്ടേൺസ് എന്ന് പറയുന്ന സിനേരിയോ, റിട്ടേൺസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിട്ടേൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ റൂൾസ് വായിക്കുക. പെർ ഡേ എത്ര പെർസെന്റേജ് റിസ്ക് ചെയ്യാം, ന്യൂസിൽ ട്രേഡ് ചെയ്യാൻ പാടുണ്ടോ, കൺസിസ്റ്റൻസി റൂൾസ് ഉണ്ടോ, ഗാംബ്ലിംഗ് റൂൾസ് ഉണ്ടോ, മാർക്കറ്റിംഗ് റൂൾസ് ഉണ്ടോ. അപ്പൊ ഈ റൂൾസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം അക്കൗണ്ട് എടുക്കാനാണ് ഇതിൽ പലരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണതും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ചെയ്യാതിരിക്കരുത്, ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് റൂൾസ് വായിക്കുക. അതുപോലെ സ്വന്തം കാശിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ റിസ്ക് റിവാർഡിനെ പറ്റി എന്തിനെ പറ്റി നാളത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ആ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുക എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് ഇതിന്റെ പോസിറ്റീവ് സിനേരിയോസ്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല, ഈ രണ്ടുമല്ല, ഡെമോയിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ച മാത്രം ഡെമോയിൽ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ഡെമോ അങ്ങ് വിടുക. കാരണം ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് റിയൽ എമൗണ്ട് അല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടാവില്ല. അത് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നിങ്ങൾക്ക് ഒരു വികാരം ഉണ്ടാവില്ല. സോ ഹാർഡ് ആയിട്ടുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് വന്നാൽ നിങ്ങളൊന്ന് വിറയ്ക്കും. ഓക്കെ, നിങ്ങളുടെ ആ സൈക്കോളജി ആയിരിക്കും. ഞാൻ ഇപ്പോഴും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ തുടക്കത്തിലേ പറയുന്നത്, ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ ലീവ് ഇറ്റ്. കാരണം നിങ്ങൾ ന്യൂ ട്രേഡേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ബൈ എടുത്ത് അവിടെ സെല്ലാണ് മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പിന്നെയും മാർക്കറ്റ് നല്ല രീതിക്ക് താഴ്ത്തു. ഒരു കാരണവശാലും എടുക്കരുത്. റിവഞ്ച് ട്രേഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മാറ്റി കഴിഞ്ഞില്ല. ഈ റിവഞ്ച് ട്രേഡ് കൊണ്ട് മാത്രം 2 വർഷത്തോളം ഞാൻ ഈ ട്രേഡിംഗ് ഫീൽഡിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിന്നത്. ഓക്കെ, ഒരു സെല്ലെടുത്ത് ഞാൻ സെല്ലല്ല അത് ബൈ പോകുന്നതാണ്, ഉടനെ ബൈ എടുക്കും. പക്ഷെ ബൈ പോകുന്നത് പിന്നെ അത് സെല്ലോട്ട്. നമ്മൾ സെല്ലോട്ട് പോകുന്നതിന്റെ റീസൺസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും നമ്മളവിടെ സെൽ ട്രേഡ് എടുത്തത്. പക്ഷെ നമ്മളത് മറക്കും, ആ ഒരു ലോസ് വരും. സോ നിങ്ങൾ നിങ്ങളുടെ സൈക്കോളജി, അത് സീരിയസ് ആയിട്ട് പറയാനല്ല, അത് ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് കളയുകയും ചെയ്യൂ. നിങ്ങൾ ചെയ്ത് വരുമ്പോൾ മാത്രമേ അതുള്ളൂ. ഞാൻ ആ പറയുന്നത് 2-3 റിവഞ്ച് ട്രേഡൊക്കെ എടുക്കണം, വലിയ അക്കൗണ്ടൊക്കെ വാഷൗട്ടാണ്, എങ്കിലേ നമുക്ക് തലയ്ക്കകത്തത് ഇരിക്കും. ഓക്കെ, സോ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. $100 ഇട്ട് ഒരു മാസം തീരുന്നതിന് മുമ്പ് $1000 എടുക്കാവുന്ന മെന്റാലിറ്റി വയ്ക്കേ ചെയ്യരുത്. സീരിയസ്ലി പറയുന്നതാണ്. $100 ഇട്ട് $1000 എടുക്കാവുന്ന മെന്റാലിറ്റി ഇനിഷ്യൽ സ്റ്റേജിൽ വയ്ക്കരുത്. ഓക്കെ, $100 എടുത്താൽ അതിൽ നിന്ന് $10 കിട്ടിയാൽ മച്ച് ബെറ്റർ, $2 കിട്ടിയാലും മച്ച് ബെറ്റർ എന്ന് ഞാൻ പറയൂ. ടോട്ടൽ ക്യാപിറ്റൽ 10% നമുക്ക് മന്ത്ലി 10% ഹ്യൂജ് ആണ്. നമ്മളെ പോലെ നമ്മളെ ഫൈനാൻസിൽ 60% ആനുവലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം അത് ഡീസന്റ് ലെവലാണ്. അതായത് ഇപ്പൊ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസിന് $600 കൊടുക്കുന്നത് ഡീസന്റ് ആണ്. കാരണം 60% ബാങ്ക് പോലും 60% കൊടുക്കുന്നു. അപ്പം നിങ്ങൾ മിനിമം ഒരു 5 to 10% പ്ലാൻ ചെയ്യുക. 5 to 10% റിസ്ക് ആണ്, എങ്കിലും പ്ലാൻ ചെയ്യുക. ഹ്യൂജ് ക്യാപിറ്റൽ ഉള്ള ആളാണെങ്കിൽ സെയിം റൂൾ തന്നെയാണ്. 5 to 10% മന്ത്ലി പ്ലാൻ ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ട്രേഡിംഗ് കൊണ്ടുപോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നാളെ നമ്മൾ എൻട്രി കൺഫർമേഷൻ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കാം എന്നൊരു ഐഡിയ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഇതുവരെ പഠിച്ചതിൽ ക്ലാസ്സുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്കറിയാം. ഡൗട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാവും. പക്ഷെ ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുക. നമ്മളല്ലെങ്കിൽ വേറെ സോഴ്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഇതിൽ തന്നെ ഗ്രാബ് ചെയ്തിരിക്കണമെന്ന് പറയുന്നില്ല. വേറെ സോഴ്സുകൾ ചെക്ക് ചെയ്യുക. പക്ഷെ മിക്സഡ് ആക്കരുത്. ഇപ്പൊ പഠിച്ചത് നമ്മൾ SMC ICT എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ കൂടെ പോയി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും പഠിച്ചു കളയും. പഠിക്കാതിരിക്കരുതെന്നല്ല, ഇനിഷ്യൽ സ്റ്റേജ് വേണ്ട. ഓക്കെ, എന്താണോ പഠിച്ചത് അതിനൊരു റെഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഒരുപാട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാ സോഴ്സും നോക്കുക. പക്ഷെ അവൈലബിൾ അല്ലാത്തൊരു കാര്യം സൈക്കോളജിയാണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിപ്പോ ഞാൻ ആരെ കൊണ്ടിരുത്തി, ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ കൊണ്ടിരുത്തി പഠിപ്പിച്ചാലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ കാര്യം നടക്കില്ല. പിന്നെ ലോസ് വരട്ടെ പ്രോഫിറ്റ് വരട്ടെ, ഈ ഫീൽഡിലാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കാശുണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെയിലി ട്രേഡ് ചെയ്തതിന് കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ മാർക്കറ്റിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒന്ന് നോക്കി വരയ്ക്കുക. ഓക്കെ, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, സെക്കൻഡറി തിങ്. മാർക്കറ്റ് ഡെയിലി കാണുന്നു, അത് തന്നെയാണ് ഒരു വലിയ കാര്യം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. നമുക്ക് നാളെ കൺഫർമേഷൻ എൻട്രീസിന്റെ കാര്യങ്ങൾ നോക്കാം. റിസ്ക് റിവാർഡ് കൺഫർമേഷൻ ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ, നാളെ ടൈം തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ സോയിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോയിലെ വേറെ എന്തെങ്കിലും ആരാണ് ചെയ്യാനുണ്ടോ? ഇല്ലല്ല, ഇനി വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ല. വേറൊന്നുമില്ലല്ലോ, ഞാൻ അതിന്റെ പേരാണ്. അതിന്റെ കൂടെ തന്നെ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൽ ചെറിയതായിട്ട്
ഈ വരക്കുന്ന ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഞാൻ അത് ലാപ്പിൽ സെറ്റ് ചെയ്ത് തരാം. ഇവിടുത്തെ കറണ്ടിന്റെ പ്രശ്നമൊക്കെ മാറി ഞാൻ ലാപ്പിൽ നാളെ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിന്റെ പരിപാടിയൊക്കെ ഓക്കെ നാളത്തെ അത് ക്ലാസ് കുറച്ചുകൂടി അതെ, ലാപ്പ് ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി യൂസ് ആകും. ഇപ്പൊ ടാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നം. ലാപ്പിൽ ഞാൻ കഴിയും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് മനസ്സിലായില്ല. ലാസ്റ്റ് ക്ലാസ് അതായത് കഴിഞ്ഞ ക്ലാസ് എന്താ എടുക്കുന്ന ചോദിച്ചത്. FVG ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എടുത്തത്. അതിന്റെ വീഡിയോ ഉണ്ടല്ലോ സുഹേലെ ഗ്രൂപ്പില്? ഇല്ല, അത് റെക്കോർഡ് ആയിട്ടില്ല, ക്ലിയറിറ്റി ഇല്ല. റെക്കോർഡ് ആയില്ല. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. ഞാനൊരു കാര്യം ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ അതുകൂടെ നമുക്ക് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. മാർക്കറ്റ് സ്ട്രക്ചറും ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ എൻട്രി കൺഫർമേഷൻ എല്ലാം റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ വന്നാൽ മതി. ഓക്കെ, അപ്പൊ അതുപോലെ ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ശരി, വേറൊന്നുമില്ല. ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ സുഹേലെ, ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അത് നമുക്ക് ഓരോ ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോ ഇനിയിപ്പോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ എല്ലാവരും ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, താങ്ക് യു.